ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിനർജി ക്രിയേഷൻ്റെ പുതിയ വീടുകളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സാധാരണക്കാർക്ക് അനുയോജ്യമായ 3 ബെഡ്റൂമിൻ്റെ അധികം ബഡ്ജറ്റല്ലാത്ത എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 1.5 യൂണിറ്റിൻ്റെ ടിപ്പറടക്കം വലിയ വാഹനങ്ങൾ വീട്ടിലേക്ക് വരാൻ സാധിക്കുന്ന രീതിയിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ തന്നെ വെള്ളം കയറാത്ത, വെള്ളത്തിന് ടൈറ്റില്ലാത്ത, സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ കിണറും കിണറ്റിലെ വെള്ളവും കാര്യങ്ങളും ഉൾപ്പെടെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും മനസ്സിലാക്കുക. അത്തരത്തിൽ പ്രത്യേകിച്ച് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള സാധാരണ ഫാമിലിക്ക് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പുതിയ വീടാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ ഒല്ലൂർ പ്രദേശത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഒല്ലൂർ മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 300-350 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വീടിൻ്റെ മുൻവശത്ത് തന്നെ കാറും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീടിൻ്റെ മുൻവശത്ത് കിണറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ കിണറ്റിലെ വെള്ളവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന രീതിയിലുള്ള കിണറും കാര്യങ്ങളൊക്കെ തന്നെയുള്ള ഒരു പുതിയ വീടാണ്. നമ്മൾ ഈ ചാനലിൽ ഇതിനോടകം തന്നെ നിരവധി വീടുകൾ, പഴയതും പുതിയതുമായ നിരവധി വീടുകളുടെ വീഡിയോകൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വീടുകൾ ഒക്കെ വിറ്റ് പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് വിൽക്കാനായിട്ടുണ്ട്. നിരവധി വീടുകൾ ലോണിൻ്റെ സൗകര്യവും ഒക്കെ ഏർപ്പാടാക്കിക്കൊണ്ട് നമ്മൾ കച്ചവടം നടത്തി കൊടുത്തിട്ടുള്ള നിരവധി വീടുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പേഴ്സണലായിട്ട് എപ്പോഴും വിളിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ലോണിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം, ഏത് രീതിയിലാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പ്രൊസീജിയർ, അതുപോലെ തന്നെ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ ഓടിച്ച് ഞാൻ ഒന്ന് അവതരിപ്പിക്കാം. അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ തന്നെ കണ്ട് മനസ്സിലാക്കുക. വന്ന് കയറുന്ന ഭാഗത്ത് ലിവിങ് ഹാളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TV യൂണിറ്റിന് വേണ്ടി സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് മാറി ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിനോട് ചേർന്ന് ഓപ്പൺ കിച്ചൺ സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്യാവശ്യം എല്ലാ സ്ഥല സൗകര്യത്തോടൊക്കെ കൂടിയിട്ടുള്ള വീടിൻ്റെ ഉള്ളിലെ സൗകര്യമായാലും അത്യാവശ്യം പെരുമാറുന്നതിന് വേണ്ട സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള കുറഞ്ഞ സെൻറ്റിൽ, അധികം സെൻറ്റല്ലാത്ത ഏകദേശം 3,800 ആണ്. 4 സെൻറ്റിന് സ്വല്പം കുറവിലാണ് ഈ വീട് ഉള്ളത്. 3 ബെഡ്റൂമിൻ്റെ വീടാണ്. അത്തരത്തിൽ ഒല്ലൂർ മേഖലയിൽ അധികം ബഡ്ജറ്റല്ലാത്ത രീതിയിൽ ഉള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. അതുപോലെ തന്നെ വീട് നമ്മൾ വാങ്ങുന്നതും അതുപോലെ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ ഈ വീടായാലും ഏത് വീടായാലും നിങ്ങൾ ഏത് വീടാണോ കണ്ട് ഇഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ, നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങിയ വീട് വാങ്ങുന്നത്, ആ വീട് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ ഓണറുമായി കണ്ട് സംസാരിച്ചതിന് ശേഷം ഒരു റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം അത് ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ ഒരു ടോക്കൺ പേയ്മെൻറ്റ്, ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കുക. അതിന് ശേഷം ആ വീടിൻ്റെ ആധാരങ്ങൾ, കീഴാധാരങ്ങൾ, മുഴുവൻ രേഖകൾ, അതുപോലെ തന്നെ ആ വീടിൻ്റെ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ആധാരമായി ബന്ധപ്പെട്ട മുഴുവൻ ആധാരങ്ങളും കീഴാധാരങ്ങളും വാങ്ങിക്കുക. അതിനുശേഷം ആ ഓണറോട് തന്നെ പറയുക, പുതിയ ലേറ്റസ്റ്റ് കുടികട കാര്യങ്ങൾ എടുത്തു തരുവാൻ വേണ്ടി പറയുക. അതുപോലെ തന്നെ പുതിയ ലേറ്റസ്റ്റ് നികുതിയും കാര്യങ്ങളൊക്കെയും അടച്ച് അതിൻ്റെ എല്ലാ പേപ്പറുകളും, അപ്ഡേഷൻ പേപ്പറുകളും നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള നല്ലൊരു ആധാരം എഴുതുന്ന ആളോ അല്ലെങ്കിൽ നല്ലൊരു ലീഗൽ അഡ്വൈസറെ എടുത്ത് പരിശോധിച്ചതിന് ശേഷം എല്ലാ പേപ്പറുകളും ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ കരാറ്, എഗ്രിമെൻ്റ് കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. ലോണ് വേണ്ടാത്ത വ്യക്തികളാണെങ്കിൽ പിന്നീട് നേരിട്ട് ROR
എടുത്തതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളിലേക്ക് നടന്ന് നമ്മുടെ പേരിലേക്ക് വീട് സ്വന്തമാക്കാവുന്നതാണ്. അതല്ല ലോണ് വേണ്ട വ്യക്തികളാണെങ്കിൽ നമ്മൾ എഗ്രിമെൻറ്റ് എല്ലാ പേപ്പറുകളും പരിശോധിച്ച് എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് ഓണറുടെ അടുത്ത് തന്നെ പറയുക, പൊസിഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, എല്ലാ നടപടികളില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, അതുപോലെ തന്നെ വീടിൻ്റെ സ്കെച്ചും പ്ലാനും ഉൾപ്പെടെ മുഴുവൻ പേപ്പറുമായി നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട ആളുടെ കൈവശം ഏൽപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് വ്യക്തിയാണോ ലോൺ എടുക്കുന്നത് ആ വ്യക്തിയുടെ സാലറി സർട്ടിഫിക്കറ്റ്, അതുമായി ബന്ധപ്പെട്ട് ബാങ്ക് ആവശ്യപ്പെടുന്ന രേഖകൾ, സാലറി സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ സാലറി സ്ലിപ്പ്, അല്ലെങ്കിൽ നമുക്ക് വരുമാനം കാണിക്കാനുള്ള സ്രോതസ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ നമ്മൾ ബാങ്കിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ ബാങ്ക് എല്ലാ കാര്യങ്ങളും ബാങ്കിൻ്റെ ലീഗൽ അഡ്വൈസറെ എടുത്ത് പരിശോധിച്ചതിന് ശേഷം ഉടനടി തന്നെ ലോൺ പാസ്സാക്കുന്നതാണ്. അതല്ല മറിച്ച് നമ്മൾ കുറച്ച് പേപ്പറൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വക്കീൽ, ലീഗൽ അഡ്വൈസർ ഓരോ പേപ്പർ നമ്മുടെ അടുത്ത് അപ്ഡേഷൻ പറഞ്ഞുകൊണ്ട് വെക്കും. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ എടുത്ത് കൊണ്ടുകൊടുക്കുമ്പോൾ നമ്മളുടെ ടൈം കുറേ സമയമാകും. അതല്ല എല്ലാ പേപ്പറുകളും ഒറ്റയടിക്ക് തന്നെ നമ്മൾ മുൻപേ പറഞ്ഞ രേഖകൾ ഒറ്റയടിക്ക് തന്നെ അഡ്വൈസറെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ലോൺ പാസ്സാക്കി മാക്സിമം 1 മാസം 1.5 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് ലോണുമായി ബന്ധപ്പെട്ട് വീട് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. അതിനുശേഷം നേരിട്ട് രജിസ്ട്രേഷൻ നടത്തിയാലും ലോണുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാലും രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 15 ദിവസത്തിന് ഉള്ളിൽ നമ്മൾക്ക് പുതിയ ആധാരം നമ്മുടെ കൈവശം കിട്ടുമ്പോൾ ആ ആധാരവുമായി വില്ലേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നികുതി അടയ്ക്കുകയും അതിനുശേഷം നമ്മുടെ പേരിലായി എന്ന് കാണിക്കുന്നതിന് വേണ്ട ഒരു കുടികിട സർട്ടിഫിക്കറ്റും ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേര് പഞ്ചായത്തിൽ കെട്ടിടത്തിൻ്റെ പേര് നിങ്ങളുടെ പേരിലേക്ക് ആക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കറണ്ട് കണക്ഷൻ ആവുന്നതാണ്. ഇത്രയുമാണ് രജിസ്ട്രേഷനും ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുക്കി അവതരിപ്പിച്ചത്. വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഈ വീടിന് താഴത്തെ ഫ്ലോറിൽ ഒരു ചെറിയ സിറ്റ് ഔട്ട്, അതുമാതിരി ലിവിങ്, ഡൈനിങ്, താഴത്തെ ഫ്ലോറിൽ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം, അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ, അതുപോലെ ചെറിയ വർക്ക് ഏരിയ, 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. മുകൾ ഭാഗത്താണ് 2 ബെഡ്റൂം ഉള്ളത്. അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ബാക്ക് സൈഡിൽ വർക്ക് ഏരിയയോട് ചേർന്ന് ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ 2 ബെഡ്റൂം, ഒരു ചെറിയ ഹാള്, അതുപോലെ ഓപ്പൺ ഏരിയ. ഇനിയും ഒരു ബെഡ്റൂം വേണമെങ്കിൽ എടുക്കാൻ സാധിക്കുന്ന രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഓപ്പൺ സ്പേസ് ആയിട്ട് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ വീടിന് ഉള്ളത്. വീടിൻ്റെ ഉള്ളിൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്നാൽ 3 ബെഡ്റൂമുകൾ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള, അധികം വലിയ വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമുകളല്ല. 3 ബെഡ്റൂമുകൾ ഏകദേശം 10x10 സൈസ് വരുന്ന, അധികം വലുപ്പമല്ലാത്തതും അധികം ചെറുതുമല്ലാത്തതുമായ 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതുപോലെ തന്നെ ഈ വീട് വരുന്നത് ഞാൻ ഒല്ലൂർ ഭാഗത്താണ് എന്ന് പറഞ്ഞു. 3,800 സെൻറ്റ് സ്ഥലത്തിൽ 1,200 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, ഒരു കോമൺ ബാത്റൂമായി, വറ്റാത്ത കിണർ, ചുറ്റും മതിൽ, ഗേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീടാണ്. ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 48 ലക്ഷം രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ ഈ വീടിൻ്റെ അവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് ഏകദേശം 300-350 മീറ്റർ, ഒല്ലൂർ സെൻറ്ററിലേക്ക് 600 മീറ്റർ, ഒല്ലൂർ പള്ളി പരിസരത്തേക്ക് 600 മീറ്റർ, അമ്പല പരിസരത്തേക്ക് 500 മീറ്റർ, അതുപോലെ തന്നെ തലൂർ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, ഒളരി സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, തൃശ്ശൂർ ടൗണിലേക്ക് 7 കിലോമീറ്റർ, ദേശീയപാത തൃശ്ശൂർ പാലക്കാട് എറണാകുളം ദേശീയപാതയിലേക്ക് ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിലേക്ക് ഏകദേശം 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലാണ്. അധികം ബഡ്ജറ്റല്ലാത്ത സാധാരണക്കാർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി വാങ്ങിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. ഈ വീടിന് ഉൾപ്പെടെ
എല്ലാ ലോൺ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ലോണും കാര്യങ്ങളും എടുക്കാൻ സാധിക്കും, നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങൾ എലിജിബിൾ ആണോ ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാവുന്നതാണ്. ആവശ്യമായ കാര്യങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.